ഇപ്പോൾ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി അർജുൻ ആയങ്കിയെ കണ്ണൂരിലെ സൈബർ പോലീസ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും വലിയ നീക്കമായിരുന്നു കഴിഞ്ഞ 4 ദിവസമായി അർജുൻ ആയങ്കിയെ പിടികൂടാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ നീക്കത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെയാണ് അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അർജുൻ ആയങ്കി നീങ്ങിയത്. അതിന് ഒടുവിൽ അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നു. കണ്ണൂരിലെ കേസിൽ ബെൻസൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. എന്തായാലും ബെൻസൺ, കണ്ണൂരിലെ കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. കണ്ണൂരിൽ നിന്ന് ഇറക്കി ഇനി കൂത്തുപറമ്പിൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് പോവുകയാണ്. അതേ രജീഷ്, അല്പസമയം മുമ്പാണ് കണ്ണൂരിലെ സൈബർ ക്രൈം സ്റ്റേഷനിൽ നിന്നും കൂത്തുപറമ്പിലെ മജിസ്ട്രേറ്റിനടുത്തേക്ക് അർജുൻ ആയങ്കിയെ ഇറക്കിയത്. കണ്ണൂർ സൈബർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സൈബർ ക്രൈമിലാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോകുന്നത്. ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അല്പസമയം മുമ്പ് ഡിവൈഎസ്പിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജാമ്യം ലഭിക്കാനാണ് സാധ്യത. അത്തരത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ കോതമംഗലം ഊന്നുങ്കൽ പോലീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കോടതി വളപ്പിൽ വെച്ച് തന്നെ അർജുൻ ആയങ്കിയെ ഊന്നുങ്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഡിവൈഎസ്പിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും ഈ കലാപാഹ്വാനത്തിൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു എന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോതമംഗലം ഊന്നുങ്കലിൽ 3 കേസുകൾ സമാന രീതിയിൽ തന്നെ 3 കേസുകൾ അർജുൻ ആയങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈബർ കേസിന്റെ അല്ലെങ്കിൽ സൈബർ കേസിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ആ കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ 3 കേസുകളുടെ തുടർ നടപടികളിലേക്ക് കടക്കുക. അതും സമാന രീതിയിൽ തന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മറ്റ് കേസുകളും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും വലിയ പോലീസ് സന്നാഹം ഈ സൈബർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉണ്ടായിരുന്നു. അർജുൻ ആയങ്കിയെ പുറത്തേക്ക് ഇറക്കുമ്പോൾ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ വലിയ പോലീസ് ബന്ദോബസ്ത് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈഎസ്പി അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം 4 ദിവസത്തോളം കേരള പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വട്ടം കറക്കുകയായിരുന്നു അർജുൻ ആയങ്കി എന്ന് തന്നെ പറയണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അർജുൻ ആയങ്കി എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം തന്നെയായിരുന്നു ഈ കേസിൽ അർജുൻ ആയങ്കിയെ പിടികൂടുക, തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ അർജുൻ ആയങ്കിയെ പിടികൂടുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇവിടെ നിന്നും ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രജീഷ്, ശരി ബെൻസൺ, കൂത്തുപറമ്പിൽ നിന്ന് നിഖിൽ അളവൂർ കൂടി ചേരുകയാണ്. നിഖിൽ, അല്പസമയത്തിനകം കൂത്തുപറമ്പിൽ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാൻ പോവുകയാണ്. ഈ ബെൻസൺ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ പോലീസിനെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള പോലീസിന് അത് ഒരു അഭിമാന പ്രശ്നമായിരുന്നു. പല സ്ഥലങ്ങളിലും, അത് തൃശ്ശൂരിലും മലപ്പുറത്തുമൊക്കെ ഓരോ സ്ഥലത്തും അർജുനെ കണ്ടു എന്ന് കണ്ടപ്പോഴൊക്കെ അതിനെ തുടർന്നുള്ള അന്വേഷണമാണ്, ഏറ്റവും ഒടുവിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ രീതിയിൽ അർജുനെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. എല്ലാ ശ്രമവും അർജുൻ ആയങ്കിയും കൂട്ടാളികളും നടത്തിയിരുന്നു. അതെല്ലാം പക്ഷേ കണ്ണൂരിലെത്തിയപ്പോൾ പൊളിയുന്നതാണ് കണ്ടത്. കണ്ണൂരിലെ പോലീസ് കൃത്യമായി അർജുനെ ലൊക്കേറ്റ് ചെയ്തു. ഇതിൽ നിർണായകമായ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ അർജുൻ പാലിയേക്കര ടോൾ പ്ലാസ കടന്ന ആ കാറിലുണ്ടായിരുന്ന ദീപ്തിയെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തതാണ്. ദീപ്തിയിൽ നിന്നാണ് ഈ കാറുമായി അർജുൻ കണ്ണൂരിലേക്ക് പോയി എന്ന വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് വളപട്ടണം പോലീസ് പുതിയതൊരു പനങ്കാവിൽ നിന്ന് ആ കാറ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കി എത്തിയിരുന്നു എന്ന് ഉറപ്പിക്കുകയും ചെയ്തതോടുകൂടി പോലീസിന് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകുന്നതാണ് പിന്നീട് കണ്ടത്. കാരണം നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ അർജുൻ കുറച്ചുകൂടി സേഫ് ആണ് തനിക്ക് കാര്യങ്ങൾ എന്ന് ഉറപ്പിച്ച് ഇവിടെ തന്നെ തുടരാനുള്ള ഒരു സാധ്യത അത് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ അരിച്ചു പെറുക്കിയുള്ള ഒരു പരിശോധനയിലേക്ക് പോയത്. ആ പരിശോധനയിലാണ്
തളിപ്പറമ്പിൽ അർജുൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ തളിപ്പറമ്പിലെ ഈ ബാറിനോട് ചേർന്നുള്ള ലോഡ്ജിൽ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുന്നു. പക്ഷെ ആ വിവരം അറിഞ്ഞതോടുകൂടി അവിടെ നിന്ന് അർജുൻ മുങ്ങുകയാണ്. ആ മുങ്ങലിന് ശേഷം അർജുൻ എടുത്ത ഒരു തീരുമാനമാണ് ശരിക്കും ഇതിൽ നിർണായകമായത്. ഒരു ഓട്ടോറിക്ഷയിൽ കയറി പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ച് കാറുമായി വരാൻ പറയുന്നു. ദേശീയപാതയിൽ ചുടലയിൽ വെച്ച് കാറിലേക്ക് മാറിക്കയറുന്നു. ഇതോടുകൂടി കൃത്യമായി ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് പോലീസിന് വിവരം ലഭിക്കുന്നതോടുകൂടി ഈ അർജുൻ ആങ്കി പിടിയിലാകുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. പിന്നീട് ഈ കാറിൽ കയറി എങ്ങോട്ട് പോകുന്നു എന്നത് കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പോലീസ് നിറവേറ്റിയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ്. ഈ ചുവന്ന കളറുള്ള കാറ് പോലീസ് പിന്തുടർന്നു CCTV ദൃശ്യങ്ങളിലൂടെ. അങ്ങനെ ആ ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് കണ്ണൂർ നഗരത്തിൽ താളിക്കാവിലുള്ള അപ്പാർട്ട്മെന്റിലേക്ക് അർജുൻ ആങ്കി എത്തിയ വിവരം പോലീസ് മനസ്സിലാക്കുന്നത്. അത് പിന്നീട് അർജുനെ പിടിക്കുന്നത് വരെ എത്തുകയും ചെയ്തു. ഏറ്റവും പുതുതായി ഇപ്പോൾ പുതിയ ചില നീക്കങ്ങൾ പോലീസ് നടത്തിയതിന്റെ വിവരങ്ങൾ കൂടി പറഞ്ഞാൽ ആയങ്കിയുടെ 2 കൂട്ടാളികളെ കൂടി പിടികൂടിയിട്ടുണ്ട്. ജിതിൻ, സുഭാഷ് എന്നിവരാണ്. അഴീക്കോട് കപ്പക്കടവ്, അതായത് അർജുന്റെ നാട്ടുകാരായ 2 കൂട്ടാളികളാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ ജിതിന്റെ കാറിലാണ് അർജുൻ ആയങ്കി രക്ഷപ്പെട്ടത് എന്ന ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത്. മറ്റൊന്ന്, ഈ ആയങ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടാളി പ്രണവ് എന്ന പേരിലുള്ള ഒരാളുണ്ട്. അയാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ 2 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരുമിച്ച് പിടിക്കപ്പെടാതിരിക്കാൻ 2 പേരും 2 വഴിക്ക് യാത്ര ചെയ്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലും ഇവർ 2 പേരും 2 വഴിക്ക് സഞ്ചരിച്ചത് കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു പുതിയ വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ എത്തിച്ച, നമ്മൾ ഈ പറഞ്ഞ ചുവന്ന കാർ ഓടിച്ച് ഈ അപ്പാർട്ട്മെന്റിലേക്ക് അർജുൻ ആയങ്കിയെ എത്തിച്ച ആ കാറിന്റെ ഡ്രൈവർ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ പയ്യന്നൂരിൽ നിന്നാണ് പിടിയിലായതെന്നൊരു സൂചനയാണ് നമുക്ക് ഇപ്പോഴുള്ളത്. ശരി നിഖിൽ, എന്തായാലും അർജുനെ മാത്രമല്ല അർജുന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അർജുനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും.